നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അഴീക്കൽ ബീച്ചിലാണ്. ഇവിടെ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഴീക്കൽ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ വേണ്ട കായലിൽ നിരവധി മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ, വള്ളങ്ങൾ എല്ലാം നിരനിരയായി പോകുന്നത് കാണാം. ഇവിടെ പിന്നെ സ്പീഡ് ബോട്ടിൻ്റെ സൗകര്യമുണ്ട് കേട്ടോ. മണിക്കൂറിന് 600 രൂപയാണ് ചാർജ്. കുറച്ച് നേരം നല്ല രീതിയിൽ അവർ നമ്മളെ ചുറ്റിക്കുന്നതാണ്. പിന്നെ നമ്മളവിടെ ഒരു കുതിരക്കുട്ടനെ കണ്ടിട്ടുണ്ട് എന്നേ. പിന്നെ കാറ്റാടിയും പട്ടവും ഒക്കെ വിൽക്കുന്നൊരു പാവ അപ്പൂപ്പനെ നമ്മളവിടെ കണ്ടു കേട്ടോ. പട്ടം പറക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ പൊന്നമ്പിളിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് വെറുതെ ആയിപ്പോയി. നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പറക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ മാത്രമേ നമുക്ക് പറത്തിക്കാനൊക്കത്തുള്ളൂ. അപ്പം അവൾ വാശി പിടിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ അടുത്ത് നിന്ന് കായംകുളത്ത് നിന്ന് വന്ന ഫാമിലിയാണ്, അവരുടെ മോനാണിത്. അവർ വിളിച്ച് അവളെ കൂടെ ചേർത്ത് വെച്ച് അവരുടെ മോളെയും എൻ്റെ മോളെയും കൂടെ ചേർത്ത് അവർ പട്ടം പറപ്പിച്ച് കേട്ടോ. അവർ രണ്ടുപേരൂടെ കുറേ സന്തോഷമായിട്ട് കുറേ നേരം പട്ടം ചുറ്റിച്ചു. നമ്മൾ ആ ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ കായംകുളം സ്വദേശികളാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരെയൊക്കെ കണ്ടു കേട്ടോ. ഐസ്ക്രീം, പൊരിപ്പ് സാധനങ്ങൾ, പിന്നെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളെ കണ്ടു കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നിച്ചതുകൊണ്ട് കണ്ടില്ലേ, ബീച്ചിങ് കയറി കിടക്കുകയാണ്. നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. നമുക്കൊന്ന് ഇറങ്ങി സ്വാതന്ത്ര്യത്തെ കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നിന്നായിരുന്നു കളിക്കുന്നത്. അതാണ്ട് ഇവിടെ നമുക്ക് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മോനായി പോയി ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കിഴങ്ങ് വറുത്തതാണ് സംഭവം. പക്ഷേ അതിനകത്ത് മയോണൈസും സോസും ഒക്കെ ഒഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമ്മളെ തോന്നിക്കുന്ന അഴീക്കൽ പാലം എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയാം, നല്ല രസമല്ലേ, നല്ല ഭംഗിയിലാണ് ഇത് കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന സമയത്തും അല്ലാതെയൊക്കെ ഒരുപാട് ആളുകൾ ഈ പാലം കാണാനായി മാത്രം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് അവധിയൊക്കെ ആയി, ഹോളിഡേ അല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് ആൾ കുറവായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കില്ലാതെ നമുക്ക് കുറച്ച് ഇതായി കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ബീച്ചിൽ അവിടെ കായലിൻ്റെ അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം നമുക്കപ്പുറത്ത് ചെറിയ അഴീക്കലിൽ ബീച്ചില്ലാത്തത് കാണാം. വലിയ അഴീക്കലിൽ ബീച്ചിൽ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ ദൂരം നമ്മളിങ്ങനെ നടന്ന് വേണം പോവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ബീച്ചെന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടിരിക്കുന്നത് ഉള്ളിലോട്ട് മാറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ഇങ്ങനെ ചെന്ന് കാലെടുത്ത് നിൽക്കാൻ. ഇവിടെ ഈ വലിയ അഴീക്കലിലാണ് നമ്മൾ ഈ ലൈറ്റ് ഹൗസ് കാണപ്പെടുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറം കടലിൽ അർദ്ധരാത്രി സമയത്ത് ആളുകൾ ചെല്ലുമ്പോൾ പിന്നെ അവർക്ക് വെട്ടം കാണിച്ച് ദിശ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ ബലിപ്പുര കണ്ടു കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു ബലിയിടുന്ന ദിവസങ്ങളിൽ ഭയങ്കര ആളായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആങ്ങളെയും ഉണ്ടായിരുന്നേ. പുള്ളിക്കാരൻ വിദേശത്ത് നിന്ന് വന്നതായിരുന്നു 1 മാസത്തേക്ക്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ് കുറച്ച് സമയം. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും നമ്മൾ പാഴാക്കരുത്. വീണ്ടും ഞാൻ പറയുകയാണ്, പൊന്നമ്പിളിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും കുറച്ച് നേരം അവിടെ എല്ലാം അടിച്ച് പൊളിച്ചു. പിന്നെ അതുകൊണ്ട് നമ്മുടെ സായം സന്ധ്യ എത്തിയിരിക്കുകയാണ്. സായം സന്ധ്യ എന്ത് ഭംഗിയാണെന്നോ കാണാൻ. പക്ഷേ ഈ പല വീഡിയോസിലും ഒക്കെ ഫോട്ടോസിലും ഒക്കെ കാണുന്ന പോലെ കയ്യേൽ സൂര്യനെ പിടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല കേട്ടോ. അതുകൊണ്ട് ലൈറ്റ്, നമ്മുടെ പാലത്തേൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് സന്ധ്യ സമയത്ത്. ലൈറ്റ് ഹൗസിലും നല്ലതായിട്ട് ലൈറ്റ് കാണാം. പിന്നെ നമുക്ക് മഴ എറിയുന്നൊരു പരശുരാമനെയും അവിടെ കാണാൻ സാധിക്കുന്നു.